ഗൈസ് പൈങ്കിളി അത്ര പൈങ്കിളിയൊന്നുമല്ല ഗൈസ്. കഥ എല്ലാവരും പൈങ്കിളി ആയിരിക്കും. കാരണം നമ്മുടെ പഴയ സിനിമകളിലൊക്കെ കണ്ട് പരിചയിച്ച ഒരു സ്ക്രിപ്റ്റിംഗ് തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സെപ്റ്റ് ദ കോമഡി പാർട്ട്. സാജുയുടെ കോമഡി ഹാൻഡ്ലിങ്ങിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവേശം സിനിമയിൽ തന്നെ കക്ഷി അത്യാവശ്യത്തിലധികം പൊളിച്ചടക്കിയിട്ടുണ്ട്. സോ അതേ രീതിയിലുള്ള തമാശകൾ ഈ പടത്തിൽ ഉടനീളമുണ്ട്. ചിരിച്ച് മണ്ണല്ല, നിങ്ങൾ പോപ്കോൺ തപ്പും തിയേറ്ററിൽ. ആ രീതിയിലുള്ള ആസ്ഥാനത്തുള്ള കോമഡികൾ ഇഷ്ടം പോലെ ഈ പടത്തിലുണ്ട്. സൈഡായിട്ട് റിയാസ് ഖാൻ പിന്നെ ലിജോ ജോസ് പള്ളിശ്ശേരി അവരുടെ സ്ഥിരം ശൈലിയിലുള്ള റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ടോട്ടലി മൈൻഡ് ബ്ലോയിങ് സിനിമ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ടോട്ടലി എൻജോയബിൾ. വെരി 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 മച്ച് എൻജോയബിൾ പടം ഗൈസ്. തുടക്കം മുതൽ അവസാനം വരെ ചിരിക്കാനുള്ള സ്കോപ്പ് ഇതിലുണ്ട്. ആകെ കൂടി ഒരു ഒറ്റ ഇമോഷണൽ സീൻ മാത്രമാണ് ക്ലൈമാക്സിനോട് ചേർന്നിട്ട് വരുന്നത്. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഒൺലി ലൈക്ക് 5 seconds ഇത്രയും. ബാക്കിയുള്ള സമയത്ത് ചിരിയോട് ചിരി. അതിലെ നായിക ഐശ്വര്യ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ നായികയുടെ പേര് അങ്ങോട്ട് ഞാൻ ഓർക്കണില്ല, എപ്പോഴും നാക്കുപിഴ കാരണം മറന്നു. പക്ഷേ ഈ കക്ഷി അത്യാവശ്യം സോഷ്യൽ മീഡിയ ഫെയിമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസൊക്കെ ഇടുന്ന ഒരു പക്ഷി. ബട്ട് നായിക ഇതിൽ രണ്ടാളും തമ്മിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരും അത്യാവശ്യ രീതിയിൽ കോമഡി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോട്ടലി മൈൻഡ് ബ്ലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അത്രയൊന്നുമല്ല. പക്ഷേ ഫാമിലിയും കൂട്ടി കൊണ്ടുപോയി അത്യാവശ്യം ചില്ലൗട്ടൊക്കെ അടിച്ച് കാണാൻ പറ്റിയ നല്ല ഒരു ഫീൽ ഗുഡ് മൂവി. ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. ഹൃദയം തുറന്ന് ചിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങളിത് കാണണം. ഇതിൻ്റെ കൂടെ ഇറങ്ങിയ നമ്മുടെ മറ്റവൻ്റെ പടം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ട് വേണം അതിൻ്റെ റിവ്യൂ കൂടെ എഴുതാൻ. പക്ഷേ ഇതൊരു ഷോർട്ട് വീഡിയോയ്ക്ക് മാറ്റിയാണ്, കാരണം സ്പോയിലേഴ്സ് ആക്കുന്നില്ല. എന്താണ് സ്റ്റോറിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖം ഉണ്ടാകത്തില്ല. ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് നഷ്ടപ്പെടും, ഒരു എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരു അക്ഷരം പോലും വിടുന്നില്ല. പക്ഷേ സാജു ആ കക്ഷി ഇതിൽ കയറി തകർത്തിട്ടുണ്ട്. ആൻഡ് ഡയറക്ഷൻ വാസ് ഓൾസോ ഫൈൻ. പ്രൊഡ്യൂസ്ഡ് ബൈ ഫഹദ് ഫാസിൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. അതും കണ്ടു. യെസ്, ഒബ്വിയസ്ലി ഇങ്ങനത്തെ പ്രൊജക്ട്സൊക്കെ ഏറ്റെടുക്കാൻ കക്ഷിയാണല്ലോ മുന്നിൽ നിൽക്കുന്നത്. സോ നോട്ട് സംതിങ് ഐറണി. കൊള്ളാം. ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പോയി കാണാൻ, ചിരിക്കാൻ ഇഷ്ടമുള്ളതാണ്, കോമഡി ഇഷ്ടപ്പെടുന്നുള്ളതാണ് നിങ്ങൾ തീർച്ചയായിട്ടും പടം പോയി കാണാം. ഇറ്റ്സ് സ്റ്റിൽ റണ്ണിങ് നിയർ ബൈ തിയേറ്റേഴ്സ്. മിസ്സാക്കാൻ പാടില്ലാത്തൊരു സിനിമ തന്നെയാണ്. ഡോണ്ട് വെയിറ്റ് ഫോർ എൻ OTT റിലീസ് ആസ് യൂഷ്വൽ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, കാരണം അറിയാമല്ലോ, ആ ഒരു ഫീൽ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. സോ ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട്, അറിയാം ഷോർട്ട് വീഡിയോ ആണ്, കാരണം അറിയാം സ്പോയിലേഴ്സ് ആക്കുന്നില്ല. ചെറിയൊരു ഭാഗം പോലും പറഞ്ഞ സ്റ്റോറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ളൊരു ത്രില്ല് അങ്ങോട്ട് പോകും. എന്താണ് കഥ? പ്രണയമാണോ, കോമഡിയാണോ, ആക്ഷനാണോ, ത്രില്ലിംഗ് ആണോ? ഒരു സുഖമുണ്ട് സിനിമ കാണാനായിട്ട്. ടോട്ടലി ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ആൻഡ് ഹാറ്റ്സ് ഔട്ട് ടു ദി എൻ്റയർ ടീം ഫോർ പ്രൊഡ്യൂസിങ് സച്ച് എ ഫിലിം, ഫോർ ഡയറക്റ്റിംഗ് സച്ച് എ ഫിലിം. കൊള്ളാം, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, സാജുവിൻ്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സും ചുറ്റുപറ്റുള്ള വേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വന്ന ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ എന്തായാലും കിട്ടിയ അവസരം നല്ല രീതിയിൽ മുതലാക്കിയിട്ടുണ്ട് സിനിമയിൽ. ആൻഡ് ഇതിൽ ഒരു ഫേമസ് ആയ ഒരു പാട്ടുണ്ടല്ലോ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞതുള്ള, അതും എന്ത് രസമെന്ന് പറയാം. ആ ഒരു പാട്ട് കാണാനായിട്ട് തന്നെ കേൾക്കാനായിട്ടൊക്കെ തന്നെ ടോട്ടലി ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞ ടോട്ടലി എൻജോയബിൾ സിനിമ ഗൈസ്. മിസ്സാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹാറ്റ്സ് ഓഫ് ഗൈസ്. അടുത്ത റിവ്യൂവിൽ കാണാം. വിച്ച് കുഡ് ബി എനി വൺ. കുറച്ച് എണ്ണം ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. കൂടുതൽ ഉറപ്പിക്കുന്നില്ല, പോയി കാണണം.